നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിയ ഫാത്തിമയുടെ അതേപോലെ ഒരു സംഭവം പ്രതീക്ഷ കൈവിടാതെ നമ്മൾക്ക് കാത്തിരിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെ കാണാതാവുകയും തട്ടിക്കൊണ്ട് പോകുന്ന വാർത്തയും കേട്ട് മനസ്സ് വല്ലാതെ വേദനിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടണേ എന്ന്. എപ്പോഴും ദിയ ഫാത്തിമയുടെ ഉമ്മയുടെ വീഡിയോ കാണുമ്പോൾ മനസ്സ് വല്ലാതെ ഉലയാറുണ്ട്. ആ അമ്മയുടെ വാക്കുകൾ നമ്മൾക്ക് കുറിച്ച് കേട്ടു നോക്കാം. കൊണ്ടുപോയതല്ല, സ്വന്തം ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടിനെ കുറിച്ച് അറിയുന്നത്. മച്ചിങ് വേണ്ടിട്ട് ഓട് പൊട്ടിയിട്ട് താഴോട്ടേക്ക് വെള്ളം മൊത്തം റൂമിലേക്ക് ഒഴുകുന്നത്. അപ്പൊ ഉമ്മ എന്താ വെച്ചാൽ പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ടെങ്കിൽ അതിലേക്ക് തിരികെ കൊടുത്താൽ വെള്ളം കുറച്ച് നിൽക്കാൻ കൊടുത്താൽ തണുപ്പ് കയറൂലാന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിലെ പാത്രം ഈ ചോറിന് വെള്ളം വെച്ചിട്ട് അതിങ്ങനെ ഞാൻ ഇങ്ങനെ കൊടഞ്ഞിട്ട് എവിടെ നിന്നാ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേനും കുട്ടി എവിടെയെന്ന് ഉമ്മ ചോദിക്കുന്നത്. ഉമ്മ നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഉമ്മ കസാറിന്റെ അടുത്തേക്ക് വന്നില്ല, റൂമെന്ന് വിളിച്ച് പറയാണ് ഇതാ ഇതിലൊരു തൊപ്പിയുണ്ട്, മങ്കിത്തൊപ്പി, ഇത് കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്ന പറയുമ്പോ ദിയ അതല്ലേ ദിയ എന്ന് പറഞ്ഞ് നഷ്ടപ്പെടുന്നില്ല, ചിന്തിക്കുന്നില്ല. അത് ഓർക്കുമ്പോഴേ എന്റെ ചങ്കിങ്ങനെ പടക്കുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെ തന്നെ. ജുനൈദിന്റെ ഓരോ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചും എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെയും പ്രാർത്ഥനയോടെയും കാത്തിരിക്കുകയാണ്. ദിയമോളെ കണ്ടുപിടിക്കാൻ കഠിന പരിശ്രമം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജുനൈദ്. എല്ലാ വഴിക്കും മോളെ കിട്ടാനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജുനൈദ് കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടു നോക്കാം. നമ്മുടെ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അടുപ്പിച്ചൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞങ്ങനെ വരും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വന്നത്. ആടിനെ പട്ടിയാക്കുന്ന കാലമാണ്. ഒരു ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ഒരു ആടുകൾ കൂട്ടമായിട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വേറെ വഴിയിലൂടെയാണ് വന്നത്. അപ്പൊ ആടിനെ പട്ടിയാക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എടുക്കാം. ഞാൻ ആ ഉദാഹരണം പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഇരട്ടച്ചങ്കരൻ നമ്മൾ വിളിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തെ പല വിഷയങ്ങളിലും ഡ്രാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രാഷ്ട്രീയ ചാണക്യം കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ. അപ്പൊ അവരൊക്കെ ഞാൻ ആലോചിക്കുന്നത്, അവരൊക്കെ അപ്പൊ വലിയ വലിയ ആളുകളാണ്, എന്നിട്ട് പോലും അവരൊക്കെ അത്രയും വലിയ പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകളുണ്ട്, രാഷ്ട്രീയക്കാരായാലും. അപ്പൊ ഇത്രയും സ്വാധീനമുള്ള ഇത്രയും വലിയ ആളുകൾ അങ്ങനെയാണെങ്കിൽ വെറും 10,000 സബ്സ്ക്രൈബുള്ള എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ആടിനെ പട്ടിയാക്കാൻ അവർക്ക് ഒരു നിമിഷം മതി ചില ആളുകൾക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്റെ കൂടെ ആ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നന്നാവും, ഗുണം ചെയ്യുമെന്ന്. ദിയ ഫാത്തിമയുടെ കണ്ടെത്തലിന് പ്രതീക്ഷയ്ക്ക് തിളക്കം കൂട്ടുന്ന ഏറെ സാമ്യതയുള്ളൊരു സംഭവം അടുത്തിടെ ചെന്നൈയിൽ നടക്കുകയുണ്ടായി. ദിയമോളെ പോലെ തന്നെ 1.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് കാണാതായത്. അതിന്റെ കാഴ്ചകൾ കുറച്ച് നമ്മൾക്ക് കാണാം. கிஷோர் மற்றும் மனைவி குச்சினி அவர்களோட குழந்தை காணாமல் போனதாக புகார் அளிக்கப்பட்டது. இந்த நிலையில உடனடியாக சம்பவ இடத்திற்கு நேரில் சென்ற காவல் உதவி ஆய்வாளர் ஆணையர் கனகராஜ், ஆய்வாளர் ராமசாமி உள்ளிட்ட தனிப்படை போலீசார் கடந்த 2 நாட்களாக தீவிரமாக தேடி வந்தனர். நேற்று காலை முதல் அந்த குழந்தையை தேடுவதற்கான தீவிரமான முயற்சியை மேற்கொண்டனர். இந்நிலையில அம்பத்தூர் தொழிற்பேட்டையிலிருந்து தீயணைப்பு மீட்பு படையினர் வரவேற்கப்பட்டு படகுகள் மூலம் அந்த அருகாமையில் உள்ள நீர்நிலை பகுதிகளில் குழந்தை ஏதேனும் தவறி சென்றதா, ஏதேனும் உயிரிழந்திருக்க கூடுமா என்ற கோணத்தில போலீசார் தேடி வந்தனர். மற்றும் ட்ரோன் கேமராவை பயன்படுத்தியும் இந்த குழந்தையை தேடி வந்தனர். அதன் பிறகு மாலை அந்த குடியிருப்பு பகுதியில் உள்ள பகுதிகளில் ஏதேனும் குழந்தை கொலை செய்யப்பட்டு எங்கேயாவது புதைக்கப்பட்டிருக்கிறதா என்ற கோணத்திலும் விசாரணை செய்ய போலீசார் திட்டமிட்டு அந்த பகுதியில் உள்ள ஜேசிபி இயந்திரங்களை கொண்டு புதிதாக பள்ளம் தோண்டி மூடப்பட்ட இடங்களையும் போலீசார் தேடினர். பின்பு மோப்பனாய் வரவழைக்கப்பட்டு தேடுதல் வேட்டையை தீவிரப்படுத்தினர். பின்பு இரவு 1 மணிக்கு பிறகு கோயம்பேடு காவல் நிலையத்திலிருந்து அம்பத்தூர் போலீசாருக்கு தகவல் கிடைத்தது. அதில் காணாமல் போன குழந்தை அங்கு பேருந்து நிலையத்தில் கும்பகோணம் பேருந்து அருகே ஒரு குழந்தை கிடைக்கப்பட்டதாக அந்த தகவலை அடித்து ஆய்வாளர் ராமசாமி தலைமையிலான தனிப்படை போலீசார் அந்த சம்பவ இடத்திற்கு நேரில் சென்றனர். குறிப்பாக ஆய்வாளர்கள் முபாரக், புவனேஸ்வரி, பாஸ்கர், ரமேஷ், விஜயகுமார், தலைமை காவலர்கள் சந்துரு, பலராமன், ஜெயபிரகாஷ், பாபு சுரேஷ் உள்ளிட்ட போலீசார் இரவு முழுவதும் அந்த பகுதியில் சென்று அந்த குழந்தையை யார் அந்த பேருந்து நிலையத்துக்கு கொண்டு வந்தார்கள், எப்படி அந்த குழந்தை இங்கே வந்தது எனும் அந்த பகுதியில் பொருத்தப்பட்டுள்ள சிசிடிவி கேமராக்களை தொடர்ந்து ஆய்வு செய்து வருகிறார்கள்.
தற்போது வரை குழந்தை எப்படி அம்பத்தூரிலிருந்து கோயம்பேடுக்கு சென்றது என்ற விவரம் இன்னும் தெரிய வரவில்லை. முழுமையான சிசிடிவி காட்சியின் அடிப்படையில் இந்த விசாரணை മുടിക്കിവിടപ്പെട്ടുള്ളത്. സംഭവം നടന്നത് കഴിഞ്ഞ ഫെബ്രുവരി 6-ന് ചെന്നൈയിൽ അമ്പത്തൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് 1.5 വയസ്സ് ഉള്ള ഒരു കുഞ്ഞിനെ കാണാതായി. ഫെബ്രുവരി 8-ാം തീയതി 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു ബസ് ഡ്രൈവർ ബസ്സിനുള്ളിൽ നിന്നും കുഞ്ഞിനെ കണ്ടെത്തി പോലീസിനോട് പറഞ്ഞു. പോലീസ് കുഞ്ഞിനെ മാതാപിതാക്കളുമായിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഫെബ്രുവരി 6 ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത്. ഫെബ്രുവരി 8-ാം തീയതി കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് കടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിലെ സ്വദേശികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്പത്തൂരിൽ താമസിക്കുന്ന ദമ്പതികളുടേതാണ് ഈ കുട്ടി. ദിയമോളെ പോലെ തന്നെ അച്ഛനമ്മമാരുടെ അടുത്ത് നിന്നും ഈ കുഞ്ഞിനെ കാണാതാകുകയായിരുന്നു. പരാതി രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ചെന്നൈ പോലീസ് കുഞ്ഞിൻ്റെ ഫോട്ടോ നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ ഡ്രോൺ വരെ ഉപയോഗിച്ചിട്ട് കുഞ്ഞിനെ എല്ലാ സ്ഥലത്തും തിരച്ചിൽ നടത്തി. നഗരത്തിൽ മൊത്തം അരിച്ചു പെറുക്കിയാണ് പോലീസ് കുഞ്ഞിന് വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തിയിരുന്നത്. അതുപോലെ ഫെബ്രുവരി 8-ാം തീയതി ആയപ്പോൾ തന്നെ കോയമ്പേട് എന്ന് പറഞ്ഞ് അത് ചെന്നൈയിലെ തന്നെ വലിയൊരു ബസ് ടെർമിനസാണ്. അവിടെ ഉള്ള ഒരു ഡ്രൈവർ അവിടുത്തെ ഒരു ബസ്സിനകത്ത് കുഞ്ഞിനെ കണ്ടെത്തുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു. കാണാതായ കുഞ്ഞിനെ പോലീസ് വന്നിട്ട് കണ്ടെടുത്ത് ദമ്പതികൾക്ക് കൈമാറി. ഇത് CCTV ഫുട്ടേജും ഡ്രോണും പല ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ് കാണാതായതിൻ്റെ 2 ദിവസങ്ങൾക്കകം തന്നെ പോലീസിന് ഈ കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. തട്ടിക്കൊണ്ടുപോയവർ വിവരമറിഞ്ഞ് കുഞ്ഞിനെ ബസ്സിനകത്ത് വിട്ടിട്ട് കടന്നു കളയുകയാണ് ഉണ്ടായത്. എങ്കിലും അവർ പിന്നീട് പോലീസിൻ്റെ പിടിയിലാവുകയായിരുന്നു. ദിയമോളെ കാണാതായതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നിടത്തോളം ആ വീടും പരിസരവും വീട്ടുകാരെ വളരെ നന്നായി അറിയാവുന്നവർ തന്നെയാണ് വളരെ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഈ ഹീനകൃത്യം ചെയ്തിരിക്കാമെന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ സമാനമായ കേസുകൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴേക്കും നമ്മുടെ ദിയമോളെയും എത്രയും വേഗം കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ പ്രതീക്ഷയും വർദ്ധിക്കുന്നു. ഇടയ്ക്കിടെ ഇങ്ങനെ ഞാൻ ഓരോരോ സംഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിൻ്റെ കാരണം ദിയമോളെ ഇൻഷാ അല്ലാഹ് കണ്ട് കിട്ടുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സും വഴി ഈ വാർത്ത എല്ലാ സ്ഥലത്തും എത്തുവാനും മോളുടെ കാര്യം നിരന്തരം എല്ലാവരും ഓർത്ത് ദുആ ചെയ്യാനും എത്രയും പെട്ടെന്ന് മോളെ തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനും അതിനായിട്ട് പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് എത്ര തിരക്കുകൾ ഉണ്ടായാലും ഞാൻ അടുത്തടുത്ത് തന്നെ ഇങ്ങനത്തെയുള്ള വീഡിയോസ് വന്നിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു റീക്യാപ്പ് ചെയ്യുന്ന വഴി ഈ കേസിൻ്റെ പ്രധാന വിശദാംശങ്ങളും സംഭവ വികാസങ്ങളും അവലോകനം ചെയ്യുവാനും ഓർമ്മിക്കുവാനും ഇത് നമ്മളെ സഹായിക്കുന്നു. ഇതുപോലെ ഒന്നിലധികം കേസുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ കുറ്റവാളിയുടെ പ്രൊഫൈലുകൾ, തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ രീതികൾ, ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങൾ, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിയമപാലകർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പാറ്റേണുകൾ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കേസുകൾ താരതമ്യം ചെയ്യുന്നത് വ്യത്യസ്ത ഏജൻസികളും അധികാര പരിധികളും തമ്മിലുള്ള മികച്ച ഏകോപനം ഉൾപ്പെടെ കാണാതായ കുഞ്ഞുങ്ങളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രോട്ടോക്കോളുകളും നടപടിക്രമങ്ങളുമൊക്കെ മെച്ചപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം. സമാനമായ കേസുകൾ പഠിക്കുന്നതിലൂടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ തടയുന്നതിനും സുരക്ഷാ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടു പൊതുബോധവൽക്കരണത്തിനുള്ള ക്യാമ്പയിനുകളും വിദ്യാഭ്യാസ പരിപാടികളും അറിയിക്കുവാനും സാധിക്കുന്നു. മൊത്തത്തിൽ സമാനമായ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ താരതമ്യം ചെയ്യുന്നത് കൂടുതൽ വിവരവും ഫലപ്രദവുമായ പ്രതികരണ സംവിധാനം സൃഷ്ടിക്കുന്നതിനും വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനും ഭാവിയിലെ തട്ടിക്കൊണ്ടുപോകലുകൾ തടയുന്നതിനും വളരെയധികം സഹായിക്കുന്നു. എന്തൊക്കെയായാലും കഴിഞ്ഞ 2 വർഷങ്ങളായി ആത്മാർത്ഥതയോടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജുനൈദിന് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത്രയും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ 2 വർഷത്തിന് ശേഷം ഏതാണ്ട് പ്രതികളുടെ പിടി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം മോളെ കണ്ടുപിടിച്ച് മോളുടെ ഉമ്മയുടെ അടുത്ത് എത്തിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ സഹായങ്ങളും എല്ലാവരുടെയും പ്രാർത്ഥനയും ഒത്തൊരുമയോടുകൂടിയുള്ള പരിശ്രമവും കാരണം എത്രയും വേഗം മോളെ തിരിച്ച് കിട്ടാൻ ഇടവരട്ടെ. ജുനൈദ് അതിൽ വിജയിക്കട്ടെ. എത്രയും വേഗം ജുനൈദിൻ്റെ അടുത്ത അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവർക്കും കാത്തിരിക്കാം. ഇതോടെ ഈ വീഡിയോ ഇന്ന് പൂർണ്ണമാകുന്നു.